ഒരല്പസമയം കൂടെ കഴിഞ്ഞാൽ ഫയർഫോഴ്സ് സംഘമുള്ള അടക്കമെത്തി തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇതായിരുന്നു ആ ബസ് സ്റ്റോപ്പ്. ഇവിടെ ആയിരുന്നു ഈ ഇന്നലെ അഴുക്കുചാലിൽ പെട്ടു എന്ന് പറയുന്ന ശശി ഇരുന്നിരുന്ന സ്ഥലം. ഇതായിരുന്നു ഇവിടെ നിന്ന് അദ്ദേഹം ഈ അബദ്ധത്തിൽ ഈ പിറകുവശത്തേക്ക് മറിഞ്ഞ് ഈ കാണുന്ന ഓവുചാലിലേക്ക് വീണു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം പറഞ്ഞൊരു കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായിട്ട് കാണാം. ഇപ്പോൾ ഈ ചാലിൽ അത്രയധികം വെള്ളം ഒഴുകുന്നതായിട്ട് കാണുന്നില്ല. ചെറിയ രീതിയിലുള്ള ഒഴുക്ക് മാത്രമാണുള്ളത്. അത്രയധികം വെള്ളം ഇതിലില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്നലെ ഈ കോഴിക്കോട് നഗരത്തിലും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമെല്ലാം കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴ പെയ്ത സമയത്താണ് ഈ അഴുക്കുചാലിൽ വെള്ളം നല്ല രീതിയിൽ ഉയരുകയും ഏകദേശം ഈ റോഡിന് സമാനമായ രീതിയിൽ റോഡിന് ബാലൻസ് ചെയ്യുന്ന രൂപത്തിൽ അത്രത്തോളം തന്നെ വെള്ളം ഈ ചാലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കും അഴുക്കുചാലിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ നാട്ടുകാരെല്ലാം പറയുന്നത്. പക്ഷേ ആ വെള്ളമൊക്കെ ഇന്ന് താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളം താഴ്ന്നത് കാരണം ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ഈസി ആയിരിക്കുമെന്ന് നമുക്ക് കരുതാവുന്നതുമാണ്. അങ്ങനെ ഇതുവഴിയാണ് അദ്ദേഹം ഈ ശശി എന്ന് പറയുന്നയാൾ ഒഴുകിപ്പോയത് എന്നാണ് കരുതുന്നത്. അങ്ങനെ ഇന്നലെ തന്നെ ഒരു ഈ അബദ്ധത്തിൽ വീണതായിരിക്കണം. ആ വീഴുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നവർ ആ സമയത്ത് തന്നെ കണ്ടിരുന്നോ? എന്തെങ്കിലും തരത്തിൽ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ആ സമയത്ത് ഉണ്ടായോ? ഇന്നലെ നാട്ടുകാരിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു പ്രതികരണം അങ്ങനെയാണ്. ചിലരൊക്കെ ഇങ്ങനെ വീഴുന്നത് കണ്ടു എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് അടക്കമുള്ളവരെത്തി നാട്ടുകാരുടെ നേതൃത്വത്തിലെല്ലാം ഒരു തിരച്ചിൽ നടത്തിയത്. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ചിലർ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. ചില പ്രതികരണങ്ങൾ നമുക്ക് തേടാമെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ ഇവിടെയുള്ളവരാണോ? ഇന്നലെ കണ്ടിരുന്നോ? ഈ ആരെങ്കിലും കണ്ടതായിട്ടുണ്ടായിരുന്നു? കൂടെ ആളുണ്ടായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവരാണ് പെട്ടെന്ന് കണ്ടത് വീഴുന്നത്. അപ്പോൾ തന്നെ നല്ല ഒഴുക്കുണ്ടായിരുന്നല്ലോ. അപ്പം പിന്നെ കിട്ടിയില്ല. അപ്പോൾ തന്നെ മഴ പെയ്തപ്പോൾ ഉണ്ടായ ഒഴുക്കാണ് അല്ലേ? നല്ല രാത്രി നല്ല മഴയായിരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ തെരച്ചിലൊക്കെ നാട്ടുകാരെന്നെ നടത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഫയർഫോഴ്സും തെരഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി 2 മണി വരെ തെരച്ചിൽ തന്നെയായിരുന്നു. ഇവിടെ എങ്ങോട്ടായി അഴുക്കുചാല് ചെന്ന് ചേരുന്നത്? നേരെ മാമ്പുഴയിലേക്ക് പോകുന്നു. മാമ്പുഴയിലേക്കാണ് ഇത് ചെല്ലുന്നത് അല്ലേ? ഇന്നലെ ഒരു കുറെ ദൂരം ഇന്നലെ തന്നെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഇവിടുന്ന് അതുവരെ ഒരു 3 കിലോമീറ്ററോളം തെരച്ചിൽ തന്നെയായിരുന്നു. അപ്പൊ ഇന്നൊരു പക്ഷേ ഈ മാമ്പുഴ കേന്ദ്രീകരിച്ചും തെരച്ചിൽ വേണ്ടി വരും. ഇന്നിപ്പോൾ ഫയർഫോഴ്സ് എത്തിയില്ല. ഇതിന് ശേഷം തെരച്ചിലുണ്ടാവും. ശശി എന്ന് പറയുന്ന ആളെ അറിയുന്ന ആളാണോ? ഇവിടെ തന്നെ വീട്. അതേ ഇവിടെ പോവാൻ വേണ്ടി ഇരുന്നതായിരുന്നോ? രാത്രി വരിക, വീട്ടിലേക്ക് വരാന്നാ കേട്ടെ. ആ സമയത്ത് അവിടെ മഴ പെയ്തപ്പം കയറിയിരുന്നതാണ്. ഇവിടെ ബസ് സ്റ്റോപ്പിൽ. ഇന്നലെ ഏകദേശം എത്ര സമയം വരെ തെരഞ്ഞു? 2 മണി വരെ ഉണ്ടായിരുന്നു. 2 മണി വരെ രാത്രി തെരഞ്ഞിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സും ഉണ്ടായിരുന്നു കൂടെ. മോത്തി, അതാണ് നാട്ടുകാരാണ് ഇപ്പോൾ, അതായത് ഈ പ്രദേശത്തുകാർ തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അവർ പറഞ്ഞ പോലെ ഇതാ ഈ ബസ് സ്റ്റോപ്പിന് പിറകുവശത്തായിട്ടാണ് ശശിയുടെ വീടുള്ളത്. അദ്ദേഹം ഈ മഴ പെയ്ത സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് കയറി ഇരുന്നതായിരുന്നു. ഇങ്ങനെ കയറി ഇരുന്ന സമയത്താണ് അബദ്ധത്തിൽ പിറകുവശത്തേക്ക് വീണ് ഈ ഓവുചാലിലേക്ക് അദ്ദേഹം വീണത്. നേരത്തെ ആ നാട്ടുകാർ തന്നെ പറഞ്ഞതുപോലെ ഈ വെള്ളം നേരെ ചെന്ന് എത്തുന്നത് അപ്പുറത്തുള്ള മാമ്പുഴയിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ അഴുക്കുചാലിലെ തിരച്ചിലിനപ്പുറം ആ മാമ്പുഴ കേന്ദ്രീകരിച്ചും ഒരു കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയായിരിക്കും. മാമ്പുഴ കേന്ദ്രീകരിച്ചൊരു കൃത്യമായ പരിശോധന നടത്തുക. രീതിയിലാണ് ആ ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണമുള്ളത്. ഈ തോടിന് കുറുകെ മാത്രവുമല്ല, ചെറിയ കുട്ടികളടക്കം ഒരുപക്ഷെ വാഹനങ്ങൾ കാത്തു നിൽക്കുന്ന ഇടമാണെങ്കിൽ കളിക്കുന്നതിനിടെയോ മറ്റോ അവർക്കും ഇത്തരത്തിൽ അപകടം വരാനുള്ള ഒരു സാധ്യതയില്ലേ? ആ അരഭിത്തി വളരെ ചെറുതാണ്. അതിനപ്പുറത്തേക്ക് ഒന്ന് കാൽ വഴുതിയാൽ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. മോദി സൂചിപ്പിച്ചത് വളരെ കൃത്യമായൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം ആ ബസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ പണിതിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഇരിക്കുന്ന പിറകുവശത്തായിട്ട് പിറകിലേക്ക് വീഴാതിരിക്കാനുള്ള കൈവരികളോ അതല്ലെങ്കിൽ ചാരിയിരിക്കാനുള്ള ഒരു സംവിധാനവും അവിടെയില്ല. നേരെ ടൈല് പതിച്ചുകൊണ്ട് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് മാത്രമേ നമുക്കതിനെ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളിരുന്നാൽ പോലും ഒരു പക്ഷേ അബദ്ധത്തിൽ ഈ ടൈലിൽ വെള്ളമുണ്ടെങ്കിൽ പോലും അബദ്ധത്തിൽ സ്ലിപ്പായിട്ടോ ഒക്കെ പിറകിലേക്കൊക്കെ മറിയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. കാരണം ഇന്നലെ കനത്ത മഴ പെയ്തതാണ്. ആ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ ഈ ബസ് സ്റ്റോപ്പിൽ നിറയെ വെള്ളം നിൽക്കാനും ആ വെള്ളം ഈ ടൈലിലൊക്കെ പതിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്നലെയുണ്ട്. കാരണം ആ രീതിയിൽ
രീതിയിലുള്ള മഴയായിരുന്നു ഇന്നലെ പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു അത്രയധികം സുരക്ഷയുള്ള ഒരു ബസ് സ്റ്റോപ്പ് അല്ല എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. കാരണം ഇതൊരു ഓവുചാലിൽ, ആ ഓവുചാലിൻ്റെ മുകളിലായിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിരിക്കുന്നതും ഒട്ടും സുരക്ഷിതമല്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണ് ഇത്. അങ്ങനെയാണ് അബദ്ധത്തിൽ ശശി ഇതിലേക്ക് വീഴുന്നതും ഒരു വലിയ അപകടം ഉണ്ടാവുന്നതും. നമുക്ക് ഈ കാണുന്ന പറമ്പ്, ഇതിൽ വെള്ളം നിറഞ്ഞ് ഈ പറമ്പിലേക്കടക്കം വെള്ളം ഒഴുകി ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വെള്ളം അതിലുണ്ടായിരുന്നു, എത്രത്തോളം ഒഴുക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു വലിയ രീതിയിലുള്ള പരിശോധനയൊക്കെ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്നത് വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഫയർഫോഴ്സ് സംഘം എത്തുന്നത് ഈ ഇന്നലെ തിരഞ്ഞ 3 കിലോമീറ്ററിനപ്പുറം അഴുക്കുചാൽ കേന്ദ്രീകരിച്ച് തന്നെ കൂടുതൽ പരിശോധന നടത്തുകയും അതിനപ്പുറം ഇത് ചെന്ന് പതിക്കുന്ന മാമ്പുഴ കേന്ദ്രീകരിച്ചും കൂടുതൽ പരിശോധന നടത്തുക എന്നത് തന്നെയാണ്. മൂത്തി.